നമസ്കാരം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡെയിലി വേജ് ജീവനക്കാരെ ഇന്റർവ്യൂ നടത്തുകയും അവരെ നിയമിക്കുകയും ചെയ്യുമ്പോൾ സംവരണം ഏതൊക്കെ രീതിയിൽ പാലിക്കണം, ഇന്റർവ്യൂ ആരൊക്കെയാണ് നടത്തേണ്ടത്, പ്രത്യേകിച്ച് സ്കൂളുകളിൽ, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയും. അപ്പോൾ പൊതുവെ ദിവസവേതന അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി നിയമിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഈ ഡെയിലി വേജ് അധ്യാപകരെ പിന്നെ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സ്കെയിൽ ഓഫ് പേയിലല്ല നിയമനം. റെഗുലർ ജീവനക്കാരുടെ പോലെ ഒരു സ്കെയിൽ ഓഫ് പേ അവർക്കില്ല. ഡെയിലി വേജ് മാത്രമാണ്. അതായത് ജോലി ചെയ്യുന്ന ദിവസം മാത്രമാണ് അവർക്ക് വേതനം ലഭിക്കുക. അപ്പോൾ ഒരു ശമ്പള സ്കെയിൽ ഇല്ല എന്നതാണ് യഥാർത്ഥം. അപ്പൊ എത്ര ദിവസം ജോലി ചെയ്തുവോ അത്രയും ദിവസം റെമ്യൂണറേഷൻ കിട്ടും. ഇന്ന് പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇന്ന് ഒരു ദിവസം പോയില്ലെങ്കിൽ അന്ന് ആ കൂലി അല്ലെങ്കിൽ ആ റെമ്യൂണറേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ ഡെയിലി വേജ് ജീവനക്കാരുടെ റെമ്യൂണറേഷൻ കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതി വെച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഓരോ ദിവസവും ഇതൊരു കൺസോളിഡേറ്റഡ് പേ ആണ്. ഡി എ എച്ച് ആർ എ, മറ്റ് സാധാരണ ജീവനക്കാർക്കുള്ളതുപോലെ പേ, ഡി എ എച്ച് ആർ എ അങ്ങനെയുള്ള രീതികളൊന്നും ഇതിലില്ല. ഒരു കൺസോളിഡേറ്റഡ് എമൗണ്ട് ആണ് റെമ്യൂണറേഷനായിട്ട് കൊടുക്കുന്നത്. അതിൽ എൽ പി യു പിയിൽ 1070 രൂപയാണ്, ഹൈസ്കൂളിൽ 1260 രൂപയാണ്, ഹയർ സെക്കൻഡറി ജൂനിയറിൽ 1340 രൂപയാണ്, ഹയർ സെക്കൻഡറി സീനിയറിൽ 1610 രൂപയാണ്, ഒ എയും എഫ് ടി എമ്മും ആയിട്ടുള്ള ആൾക്കാർക്ക് 750 രൂപയാണ്, ക്ലർക്കിന് 840 ആണ്. പാർട്ട് ടൈം ടീച്ചർ, എൽ പി യു പിയിലെ പാർട്ട് ടൈം ടീച്ചർ, അതായത് ജൂനിയർ ലാംഗ്വേജ് ടീച്ചർമാരാണ് പൊതുവെ പാർട്ട് ടൈം ആയിട്ട് വരുന്നത്, അവർ 810 രൂപ. ഹൈസ്കൂളിലെ പാർട്ട് ടൈം ടീച്ചർക്ക് 840 രൂപയുമാണ് റെമ്യൂണറേഷൻ പുതുക്കിയത്. ഏപ്രിൽ 1 മുതൽ പുതുക്കിയ റേറ്റ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ഹയർ സെക്കൻഡറിയിൽ ജൂനിയർ എന്ന് പറയുന്നത് ആഴ്ചയിൽ 15 പീരീഡിൽ താഴെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് HSST ജൂനിയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ 16 പീരീഡിൽ മേലെയുള്ള അധ്യാപകരാണ് HSST സീനിയർ എന്ന് പറയുന്നത്. ആഴ്ചയിലെ പീരീഡുകളുടെ അടിസ്ഥാനത്തിലാണ് അത് വരുന്നത്. പിന്നെ ഉള്ളത് ഒ എ ആണ്. ഒ എ എന്ന് പറയുന്നത് ഓഫീസ് സ്റ്റാഫാണ്. പിന്നെ എഫ് ടി എം എന്ന് പറയുന്നത് ഫുൾ ടൈം കണ്ടിൻജന്റ് മീനിലാണ്. FTCM എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര്. അവരുടെ വർക്ക് എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. തൂത്തുവാരുക, അത്തരത്തിലുള്ള വർക്കുകളാണ്. ബാത്റൂംസ് ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് അവർക്ക് FTMൽ വരുന്നത്. ഇനി പാർട്ട് ടൈമിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പാർട്ട് ടൈം ടീച്ചർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പാർട്ട് ടൈം എന്ന് പറയുന്ന എല്ലാവരും, ഇപ്പം നമ്മൾ എൽ പി സ്കൂളുകളിൽ, ഗവൺമെൻറ് എൽ പി സ്കൂളുകളിൽ PTCM ഉണ്ട്, പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയൻ. അവരെന്ത് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് അവരുടെ യഥാർത്ഥ സമയം. ഉച്ചവരെ, എല്ലാ ദിവസവും ഉച്ചവരെയാണ് അവരുടെ ഡ്യൂട്ടി സമയം. അത് ഓഫീസ് വർക്കിംഗ് ഡേ ഉള്ള എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെയാണ് അവരുടെ. എന്നാൽ ഈ ഹൈസ്കൂളിൽ, UP സ്കൂള്, LP സ്കൂള്, ഹൈസ്കൂളുകളിൽ എത്തുമ്പോൾ അവിടെ പാർട്ട് ടൈം ടീച്ചർമാർക്ക് ചെറിയൊരു സൗകര്യം കാലങ്ങളായി കൊടുത്തു വരുന്നുണ്ട്. എല്ലാ ദിവസവും സ്ഥിരമായിട്ടുള്ള അധ്യാപകർക്കാണ് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. എല്ലാ ദിവസവും ഇങ്ങനെ ആഴ്ചയിൽ ഉച്ചവരെ വരുന്നതിന് പകരം ആഴ്ചയിൽ 3 ദിവസം വൈകുന്നേരം വരെ വരിക. പിന്നെ അപ്പോൾ അത് അധികവും തിങ്കൾ ചൊവ്വ ബുധന കൊടുക്കുക. പിന്നെ അവർ ആഴ്ചയിൽ വരേണ്ടതില്ല. അങ്ങനെ ഒരു സൗകര്യം അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അതല്ല ശരി. യഥാർത്ഥത്തിൽ ശരി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ചവരെ വരിക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ അവർക്ക് ഉള്ള 12 പീരീഡ് മിക്കവാറും ഉണ്ടാവും. ആ 12 പീരീഡ് അവരെ ആ 3 ദിവസം കൊണ്ട് പഠിപ്പിച്ചിട്ട് അവർ പോകും. അതൊരു സ്ഥിരം അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം വളരെ മെച്ചം. എന്നാൽ ഡെയിലി വേജിലേക്ക് വരുമ്പോൾ ചില ഹെഡ് മാസ്റ്റർമാർ എന്ത് ചെയ്യും, ഈ പാർട്ട് ടൈം ടീച്ചർ 3 ദിവസം വന്ന് ഫുൾ ടൈം പണിയെടുപ്പിക്കും. എന്നിട്ട് കൊടുക്കുന്ന പൈസ പാർട്ട് ടൈം ടീച്ചറിൻ്റെ 810 രൂപ പ്രൈമറിയിലും 840 രൂപ ഹൈസ്കൂളിലാണ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പാർട്ട് ടൈം ടീച്ചറുടെ റെമ്യൂണറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്
എല്ലാ ദിവസവും ഉച്ചവരെ വരുന്നതിനുള്ള, അപ്പോൾ ആഴ്ചയിൽ 5 വർക്കിംഗ് ഡേയുടെ 5 വർക്കിംഗ് ഡേയിലും ഈ എമൗണ്ട് കിട്ടാൻ അവർ അർഹരാണ്. പക്ഷെ ഇത് പല ഹെഡ് മാസ്റ്റർമാർക്കും അറിയില്ല. ഹെഡ് മാസ്റ്റർമാർക്ക് പിന്നെ അവർക്ക് എല്ലാ ദിവസവും അവർ ഉച്ചവരെ വരണം, ഏത് പാർട്ട് ടൈം ടീച്ചറും ഉച്ചവരെ വരണം എന്ന് പറയാനുള്ള പവറുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, ഈ ഡെയിലി വേജിനെ സംബന്ധിച്ചിടത്തോളം 2 ദിവസത്തെ ക്യാഷ് നഷ്ടപ്പെടും. മാത്രമല്ല 3 ദിവസം അവർ ഫുൾ ഡേ വരികയും വേണം. ഇത് ശരിയായ രീതിയല്ല, തെറ്റായ സമീപനമാണ്. ഹെഡ് മാസ്റ്റർമാർക്ക് അറിയാത്തത് കൊണ്ടാണ് ഇപ്പം നമ്മൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലൊക്കെ വിവരാവകാശം ചോദിച്ചതിന് ക്ലാരിഫിക്കേഷൻ വരുത്തിയതാണ്. അപ്പോൾ അത് ആ രീതിയിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുന്ന അധ്യാപകരും ഇത് മനസ്സിലാക്കി ഇത് ക്ലെയിം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഡെയിലി വേജിൽ പാർട്ട് ടൈം കണ്ടിൻജന്റ് മീനിയലിന് ഡെയിലി വേജ് പോസ്റ്റിംഗ് ഇല്ല. PTCMനെ ഡെയിലി വേജ് വെക്കാൻ ഉത്തരവ് നിലവിൽ ഇല്ല. ഇനി നമുക്കതിൻ്റെ ഈ ഡെയിലി വേജിൻ്റെ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് നോക്കാം. ഇൻ്റർവ്യൂ ബോർഡിൽ വേണ്ട ആൾക്കാർ ഒരു LP UPയിലാണെങ്കിൽ, അതാദ്യം പറയാം, LP UPയിലാണെങ്കിൽ നമ്മൾ HM ഹെഡ് മാസ്റ്റർ, പിന്നെ സീനിയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആ സ്കൂളിലെ ഏറ്റവും ഹെഡ് മാഷിന്റെ തൊട്ട് താഴെയുള്ള അധ്യാപകൻ ആരാണോ അദ്ദേഹം. മറ്റൊന്ന്, ആ സ്കൂൾ നിൽക്കുന്നത് മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അല്ല പഞ്ചായത്ത് ഏരിയ ആണെങ്കിൽ പഞ്ചായത്ത് തല സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇത്രയും പേരും മാത്രമേ ആ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാൽ ഒരു ഹൈസ്കൂളിലാണെങ്കിൽ നമ്മൾ ഹെഡ് മാസ്റ്റർ, ഒരു സബ്ജക്ട് എക്സ്പേർട്ട്, സീനിയർ സബ്ജക്ട് എക്സ്പേർട്ട്. ഇപ്പോൾ ഫിസിക്സിന്റെ ഇന്റർവ്യൂ ആണ് നടക്കുന്നതെങ്കിൽ ആ ഫിസിക്സിന്റെ ആ സ്കൂളിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു അധ്യാപകൻ, അല്ലെ അടുത്ത സ്കൂളിൽ നിന്ന് അതിൽ കൊണ്ടുവരാം, കുഴപ്പമില്ല, ഒരു സബ്ജക്ട് എക്സ്പേർട്ട്, HM, പിന്നെ ആ സ്കൂൾ നിൽക്കുന്ന പഞ്ചായത്തിലാണെങ്കിൽ ആ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അത് പഞ്ചായത്തിലെ അല്ല, ഹൈസ്കൂളിലാവുമ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് വേണ്ടത്. അപ്പോൾ മുനിസിപ്പൽ ഏരിയയിലാണെങ്കിൽ ആ സ്കൂള് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലല്ല ഹൈസ്കൂൾ ഉണ്ടാവുക, മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണ്. അത്തരം സാഹചര്യത്തിൽ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഇരിക്കേണ്ടത്. അപ്പോൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഈ 3 പേരടങ്ങുന്ന ബോർഡാണ് ശരിക്കും ഡെയിലി വേജുകാരെ ഇന്റർവ്യൂ നടത്തേണ്ടത്. ഈ ഇന്റർവ്യൂ ബോർഡിൽ PTA പ്രസിഡന്റ് ഉണ്ടാവാൻ പാടില്ല, SMC ചെയർമാൻ ഉണ്ടാവാൻ പാടില്ല, MPTA പ്രസിഡന്റ് ഉണ്ടാവാൻ പാടില്ല, വാർഡ് മെമ്പർ ഉണ്ടാവാൻ പാടില്ല. ഈ പറയുന്ന ആരും തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടാവാൻ പാടില്ല. എത്രയധികം ആൾക്കാർ ഇന്റർവ്യൂ ബോർഡിൽ കൂടുന്നുവോ അത്രയധികം ഈ പ്രശ്നങ്ങളും കൂടും. ആരെ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ തർക്കങ്ങളും ഓരോരുത്തർക്കും ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവരെയൊക്കെ ഇന്റർവ്യൂവിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ PSC റാങ്ക് ലിസ്റ്റിലുള്ള അതേ ജില്ലയിലെ അതേ കാറ്റഗറിയിൽ PSC റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മുൻഗണന കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ മുൻഗണന എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ പഞ്ചായത്തിലുള്ള ഒരാളാണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഈ പഞ്ചായത്തിലുള്ള ഒരാളെ മാറ്റിയിട്ട് കൊടുക്കേണ്ടതില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ വളരെ ദൂരെ 10-40 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് റാങ്ക് ലിസ്റ്റിലുള്ള ഒരാൾ വന്നാൽ ഇവിടെ പഞ്ചായത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്നവരുണ്ട്, അവർക്ക് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. രണ്ടാമത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് ഉള്ളവരാണ്. ആ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് ഉള്ളവരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളെയാണ് അല്ലെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരല്ലെങ്കിൽ പരിഗണിക്കേണ്ടത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നമ്മൾ PSC റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്നതെങ്കിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ റാങ്ക് ഉണ്ടായാൽ പോരാ, ഏതെങ്കിലും ജില്ലയിൽ റാങ്ക് ഉണ്ടായാൽ പോരാ. അപ്പം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇവരെ ഈ PSC റാങ്ക് ലിസ്റ്റിലുള്ളവരോ അല്ല എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് ഉണ്ടെങ്കിൽ അതിലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളെ നമുക്ക് പ്രിഫർ ചെയ്യാം. ഇവരെ ആരെയും കിട്ടിയില്ലെങ്കിൽ മാത്രം നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അവരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കാവുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 56 വയസ്സ് വരെ ഡെയിലി വേജ് വർക്ക് ചെയ്യാം. ഒന്ന്.
രണ്ടാമത്തത്, ഒരാൾക്ക് ഒരു സ്ഥാപനത്തിൽ പരമാവധി 5 തവണ വരെ മാത്രമേ കൊടുക്കാവൂ. 5 തവണ കഴിഞ്ഞാൽ വേറെ ആരും ഇല്ലെങ്കിൽ വീണ്ടും കൊടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ 56 വയസ്സ് വരെ ഡെയിലി വേജ് വർക്ക് ചെയ്യാം. ഒരു സ്ഥാപനത്തിൽ പരമാവധി 5 തവണ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഗവൺമെന്റ് ഡയറക്ഷനാണ്. ഈ സാധാരണഗതിയിലെ ഒഴിവുകൾ 1:1 എന്ന രീതിയിൽ നികത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓപ്പണിൽ ഒരാൾ കൊടുക്കുമ്പോൾ അടുത്ത വേക്കൻസി SC ST OBC ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ആദ്യം SCക്ക് കൊടുക്കണമെന്നോ STക്ക് കൊടുക്കണമെന്നോ OBCക്ക് കൊടുക്കണമെന്നല്ല പറയുന്നത്, മറിച്ച് ST SC ST OBC എന്നീ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് റിസർവേഷനായിട്ട് രണ്ടാമത്തെ തസ്തിക കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സംവരണം 1:1 എന്ന നിലയിൽ ഡെയിലി വേജിലും പാലിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്, ആദ്യത്തെ പോസ്റ്റ് എപ്പോഴും ഓപ്പൺ മെറിറ്റിലാണ്. ഓപ്പൺ മെറിറ്റിൽ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 7 പോസ്റ്റ് ഉണ്ടെന്ന് വെച്ചോ. 7 എപ്പോഴും 7 പോസ്റ്റിലേക്കാണ് ഇൻ്റർവ്യൂ. ആ 7 പോസ്റ്റിൽ 4 പോസ്റ്റ് ഓപ്പണിലും 3 പോസ്റ്റ് സംവരണത്തിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ഈ ഓപ്പൺ 4 പോസ്റ്റ് കൊടുക്കുമ്പോൾ ആ ഓപ്പണിലേക്ക് ഈ സംവരണക്കാരെയും പരിഗണിക്കാം. സംവരണക്കാര് ഏറ്റവും ടോപ്പുകാരാണെങ്കിൽ ഓപ്പണിലും ആര് വരും? ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ വരാവുന്നതാണ്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി കേട്ടറ്റ്, ഈ ഡെയിലി വേജ് ഉള്ളവർക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. മറ്റൊന്ന്, ഈ വർഷത്തിലെ അവസാന പ്രവൃത്തി ദിവസം വരെ അവരെ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ SLC പരീക്ഷ നടക്കുന്നതിനിടയിൽ മറ്റ് ക്ലാസ്സുകളുടെ പരീക്ഷകൾ നടക്കുന്നു ഇട ദിവസങ്ങളിൽ. അപ്പോൾ അത് ആ ടീച്ചേഴ്സ് വേണം അവിടെ. ആ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പേപ്പറൊക്കെ ഉത്തര പേപ്പറുകൾ നോക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വർക്കിംഗ് ഡേയുടെ അവസാന ദിവസം വരെ അവരെ ആവശ്യമുണ്ടെങ്കിൽ നിലനിർത്താവുന്നതാണ് എന്നാണ് നമുക്ക് പറയുന്ന മറ്റൊരു കാര്യം. ഇപ്പോൾ ഒരു ഡെയിലി വേജ് പോസ്റ്റിലേക്ക്, ഡെയിലി വേജിനൊക്കെ നിയമിച്ചു, ഒരു ഡെയിലി വേജ് പോസ്റ്റിലേക്ക് ഒരു റെഗുലർ ഹാൻഡ് ഏതെങ്കിലും ട്രാൻസ്ഫർ ആയിട്ടോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടോ ഒക്കെ വന്നു. അപ്പോൾ ആരാണ്, കുറേ പേരുണ്ട്, ആരാണ് ആദ്യം പോകേണ്ടത്? ഇപ്പോൾ LP UP യിലൊക്കെ ആണെങ്കിൽ 4-5 പേരുണ്ടെങ്കിൽ നമ്മൾ ആ റാങ്ക് ലിസ്റ്റിലെ, സ്കൂളിലൊരു റാങ്ക് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ ആളാണ്, ആരെയാണോ അവസാനം പോസ്റ്റ് ചെയ്ത് അയാളാണ് പോകേണ്ടത്, ഒഴിഞ്ഞു പോകേണ്ടത്. ലാസ്റ്റ് കം ഫസ്റ്റ് ഗോ, അങ്ങനെ നമുക്കതിനെ പറയാം. സാധാരണഗതിയിൽ 1 മാസമെങ്കിലും ഒഴിവുള്ള ഒരു പോസ്റ്റിലേക്ക് മാത്രമേ ഡെയിലി വേജിനെ നിയമിക്കാൻ പാടുള്ളൂ. ശനി ഞായർ ഉൾപ്പെടെ 1 മാസത്തെ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ ഡെയിലി വേജിനെ നിയമിക്കാവൂ. അത്തരത്തിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ ഒരു ഡെയിലി വേജ് ഇൻ്റർവ്യൂ തുടക്കത്തിലൊക്കെ നടത്തി ഒരു റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലും സാഹചര്യവശാൽ ഏതെങ്കിലും ആൾക്കാർ ലീവ് എടുക്കുകയാണെങ്കിൽ, 1 മാസത്തെ ലീവ് എടുക്കുകയാണെങ്കിൽ അവരെ അപ്പം തന്നെ വിളിച്ച് നിയമനം കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ലീവ് എടുക്കുന്ന സാഹചര്യം, ഡെയിലി വേജിനെ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ലീവ് എടുക്കുന്ന സാഹചര്യം, ഏതെങ്കിലും ടീച്ചേഴ്സോ സ്റ്റാഫോ ലീവ് എടുക്കുക, മറ്റൊന്ന് മെറ്റേണിറ്റി ലീവ് എടുക്കുക, പിന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസി ആവാം. ഈ സാഹചര്യത്തിലൊക്കെ തന്നെ ഡെയിലി വേജിനെ നമുക്ക് വെക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഈ PSC ലിസ്റ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ DDയുടെ പെർമിഷനോട് കൂടി പോസ്റ്റ് ചെയ്യുന്നതാണ് ഉചിതം. അല്ല, ചിലപ്പോൾ ഒരു 20 ദിവസം കഴിയുമ്പോൾ റെഗുലർ ഹാൻഡ് വന്നാൽ ഇവർക്ക് സാലറി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 30 ദിവസമെങ്കിലും വേണം സാലറി ക്ലെയിം ചെയ്യണമെങ്കിൽ. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് PSC റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന പോസ്റ്റുകളിൽ ശ്രദ്ധിക്കുമ്പോൾ ബന്ധപ്പെട്ട നിയമനാധികാരിയുടെ ഒരു പെർമിഷൻ വാങ്ങുന്നത് നല്ലതാണ്. മറ്റൊന്ന്, ഡെയിലി വേജിനെ നമുക്ക് എയ്ഡഡ് സ്കൂളിൽ നിയമിക്കാം. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിൽ നിയമിച്ചു കഴിയുമ്പോൾ ആ പോസ്റ്റ് ബന്ധപ്പെട്ട AEO അല്ലെങ്കിൽ DO ആ തസ്തികയിൽ ഡെയിലി വേജിനെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ആ ഡെയിലി വേജ് സാലറി, ഡെയിലി വേജിൻ്റെ റെമ്യൂണറേഷൻ അവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ ഒരു വലിയ സംവിധാനമാണ്. ഗവൺമെൻറ് സ്കൂളിൽ മാത്രമല്ല, എയ്ഡഡ് സ്കൂളിലും ഇത്തരത്തിൽ കൊടുക്കുന്നു.
അപ്പോൾ വേണമെങ്കിൽ നമുക്കിത് കുട്ടികൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്, അവരുടെ പഠന കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി വേജ് പോസ്റ്റിംഗ് നടത്തുന്നത്. ഇപ്പോൾ ഇത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 20 ദിവസം കമ്മ്യൂട്ടഡ് ലീവ് വേണമെന്ന് പറഞ്ഞൊരു ടീച്ചർ വരികയാണ്. അങ്ങനെ 20 ദിവസം കമ്മ്യൂട്ടഡ് ലീവ് വേണമെന്ന് പറഞ്ഞൊരു ടീച്ചർ വന്നാൽ എച്ച് എമ്മിന് നിരസിക്കാം. എച്ച് എം പറയാണ്, നിങ്ങൾക്ക് ലീവ് എടുക്കുന്നതിന് കുഴപ്പമില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും 30 ദിവസം എടുത്താൽ ലീവ് എടുക്കാം. അപ്പോൾ 30 ദിവസം എടുത്താൽ എന്താ മെച്ചം? ഒരു ഡെയിലി വേജിനെ ആ പോസ്റ്റിലേക്ക് വെക്കാം. അപ്പോൾ അത് കുട്ടികൾ സഫർ ചെയ്യുന്നില്ല. അത് വലിയ കാര്യമാണ്. അപ്പോൾ എച്ച് എമ്മിന് ഇങ്ങനെ പറയാനുള്ള അർഹതയുണ്ടോന്നാ? അല്ല, ഞാൻ 20 എടുത്തേ അടങ്ങുമെന്ന് പറഞ്ഞാൽ എച്ച് എം ആ ലീവ് പാസ്സാക്കിയില്ലെങ്കിൽ, അംഗീകരിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകും. എച്ച് എമ്മിൻ്റെ മേലെ ഒരു അതോറിറ്റി ലീവിൻ്റെ കാര്യത്തിൽ ഇല്ല. ഇപ്പം ലീവുകളൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിലും ലീവ് ഒരിക്കലും അവകാശമല്ല. ഒരു ലീവ് സാങ്ഷനിങ് അതോറിറ്റി പറയാണ് ലീവ് പാസ്സാക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ, ലീവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നടക്കുകയുള്ളൂ, അത് തന്നെയാണ് ശരി. അപ്പം അത് പ്രത്യേകമായിട്ട് നമ്മൾ ഈ ലീവിനെ പറ്റി സംബന്ധിച്ചുള്ള വഴക്കൊക്കെ പിടിക്കുന്ന ആൾക്കാർ അത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, HTV വേക്കൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ഹെഡ് ടീച്ചർ വേക്കൻസിയാണ്. യഥാർത്ഥത്തിൽ ഈ ഹെഡ് ടീച്ചർ വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസി അല്ല. 150 കുട്ടികളിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററിനെ ക്ലാസ് ചാർജിൽ നിന്നും ഒഴിവാക്കാൻ ഉള്ള ഒരു ക്രമീകരണം മാത്രമാണിത്. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഹെഡ് മാസ്റ്ററിന് ഇത്രയും കൂടി പണിയുണ്ടാവും. ഹെഡ് മാസ്റ്റർ ശരിക്കും ആരാ? ഒരു ഡിവിഷന്റെ ചാർജുള്ള ആളാണ്. അയാളെ ആ ക്ലാസ് ചാർജിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ് ഈ HTV. പക്ഷേ ഈ HTV എന്ന് പറയുന്നത്, ഇത് ആദ്യകാലത്ത് പ്രൊട്ടക്റ്റഡ് ഹാൻഡ് ആയിട്ടുള്ള ടീച്ചറിനെ വെക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു ഈ HTV വേക്കൻസി. എന്നാൽ ക്രമേണ അത് മാറി. പ്രൊട്ടക്റ്റഡ് ഹാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കില്ല. HTV ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് HTV വെക്കുകയാണ്. 7 സ്കൂളുകാർ വേണമെങ്കിൽ പിന്നെ പെർമനൻറ്റ് വേക്കൻസി ആണെന്നും പറഞ്ഞിട്ടും ഈ HTV ഒക്കെ നിയമിക്കുന്ന ചില മാനേജ്മെൻറ്റുകളുണ്ട്. അപ്പോൾ HTV വേക്കൻസിയിൽ ഒരു ഡെയിലി വേജിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഹെഡ് മാസ്റ്റർമാർ വളരെ ശ്രദ്ധിക്കണം. അത് ഡെയിലി അവിടെ പ്രൊട്ടക്റ്റഡ് ആൻഡ് അവിടത്തേക്ക് വരാൻ ആരെങ്കിലും ഉണ്ടോ? നിലവിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 വരെ ടീച്ചേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഡെയിലി വേജിനെ HTV വേക്കൻസിയിൽ നിയമിക്കാൻ. ശരിക്കും അത് എഴുതി ചോദിച്ച് DDയുടെ ഒരു കൺസെൻറ്റ് വാങ്ങേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇപ്പോൾ ഈ ഡെയിലി വേജ് ഇൻ്റർവ്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട സംവരണവും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ ഈ ഡെയിലി വേജുമായി ബന്ധപ്പെട്ട് അതുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.